മൂപ്പര് പറയണേ, ഇവിടെ ഉണ്ട് കുറച്ച് അരമുസ്ലിയാക്കന്മാര്. ഈ അരമുസ്ലിയാക്കന്മാർക്ക് പേരോടിന്റെ പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്നതിനെ എതിർപ്പുള്ളൂ, മുജാഹിദിന്റെ പള്ളിയിലേക്ക് അവർക്ക് യാതൊരു എതിർപ്പില്ല എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ പള്ളിയിലേക്ക് ജുമഅക്ക് വരുന്നതിന് അനുകൂലിക്കുന്നത് ഇവിടെയുള്ള വലിയ പള്ളിയിൽ കൂടുന്ന ആ വിഭാഗത്തിലെ അരമുസ്ലിയാക്കന്മാർ നാം മൂപ്പര് അവരെ പേരിട്ടത്, ഞാനല്ല പേരിട്ടത്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ, ഞാൻ അരമുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞ മുജാഹിദ് മൗലവിമാരെ കുറിച്ചാണ് ഞാൻ വേറെ കേൾപ്പിക്കുന്നുണ്ട്. മുജാഹിദ് മൗലവിമാരെ കുറിച്ചല്ല. ഈ നാദാപുരത്തുള്ള വലിയ പള്ളിയോട് സഹകരിക്കുന്ന ഇവിടെയുള്ള സംസ്ഥാനയുടേതും EK വിഭാഗത്തിന്റെയും ഒക്കെ മുസ്ലിയാക്കന്മാരെ തന്നെയാണ് ഇയാൾ അരമുസ്ലിയാർ എന്ന് വിളിച്ചത്. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാകും ആരെയാ വിളിച്ചത്. കേട്ടോളൂ. മുജാഹിദിന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒറ്റ മൊയ്ലാരും പറഞ്ഞില്ലല്ലോ നിങ്ങൾ മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ട. നേരെ മറിച്ച് ഈ പള്ളിയിൽ വരണ്ടെന്ന് പറയാൻ എത്ര മൊയ്ലാരുണ്ടായി? മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടെന്ന് പറഞ്ഞോ ഈ മൊയ്ലാന്മാര്, ഈ അരമൊയ്ലാന്മാര് പറഞ്ഞോ? എന്താ പറയാതിരുന്നത്? മുജാഹിദ് ആയാലും അവർക്കൊരു കുഴപ്പമില്ല. കണ്ടോ ചൂടാനുണ്ടോ? എന്താ ചൂടായാലും മുജാഹിദിന്റെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തേതിങ്ങനെ മാത്രമല്ല, കൂട്ടത്തിൽ പറയണേ മുജാഹിദിന്റെ പള്ളി എന്നല്ല, മീറ്റിംഗ് ആണ്. നമ്മളെ പള്ളിയിൽ മീറ്റിംഗാ, ഇവരെ പള്ളിയിൽ ഈറ്റിങ്ങും. മുജാഹിദ് പള്ളിയിൽ എപ്പോ നോക്കിയാലും മീറ്റിംഗ്, ഇവിടെ ഈറ്റിങ്. ഇവിടെ 25 രാവ് ഒക്കെ ഈറ്റിങ്ങാ, ബറാത്ത് രാവ് ഈറ്റിങ്, മൗലൂദ് ഈറ്റിങ്, സുന്നത്ത് ഈറ്റിങ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അതിന്റെ പേരിൽ ഈറ്റിങ്, ജനിച്ചാലും ഈറ്റിങ്, പെണ്ണ് പെറ്റാലും ഈറ്റിങ്, ഗർഭിണിയായാലും ഈറ്റിങ്, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴും ഈറ്റിങ്, എല്ലായിടത്തും ഈറ്റിങ്ങാ അല്ലേ? അപ്പൊ പിന്നെ എപ്പോഴും അതങ്ങനെ ഓർമ്മയില്ല. അപ്പൊ മുജാഹിദീങ്ങൾക്ക് ഒരു മീറ്റിംഗ് ശരി തന്നെയാണ്. പള്ളിയിൽ ജുമാ എന്നാണ് അവർക്ക് ഒരുമിച്ച് കൂടൽ തന്നെ ഒരു മീറ്റിംഗ് തന്നെയാണത്. നിങ്ങൾക്കത് വിഷമമുണ്ടല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പള്ളിയിലെ ജുമാ മാത്രം ശരിയെന്നോ?